ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ പിന്നെയും വന്നു. ഒരു വീഡിയോ ഇട്ട് നിർത്താമെന്ന് വിചാരിച്ചാൽ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഓരോ വീഡിയോ ഇടുന്നുണ്ട്. ഒരുമാതിരി അഡിക്ഷനായ പോലെയാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ റെസിപ്പി ഒന്ന് കാണാം. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി ആയിരിക്കും. ചീസ് കോൺ എന്നാണ് ഇതിന് പറയുക, അല്ലെങ്കിൽ ചീസി കോൺ. നോർമലി ഇത് മോളിലൊക്കെ കിട്ടുന്നൊരു ഡിഷാണ്. 120 റുപ്പീസാണെന്ന് തോന്നുന്നു മോളിൽ ഇതിൻ്റെ പ്രൈസ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ വീട്ടിലിത് എളുപ്പത്തിൽ ഉണ്ടാക്കാം. ആകെ 3-4 ഇൻഗ്രീഡിയൻസേ വേണ്ടൂ. ഈ കാണുന്ന പോലെ കോൺ കേർണൽസൊക്കെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഒരു പാനിൽ വെക്കുക. ഓക്കെ, എന്നിട്ട് അതിൽ ഓയിലിടുക. ഹെൽത്തി വേർഷനാണ് വേണമെങ്കിൽ ഓയിലിടണം, ടേസ്റ്റി വേർഷനാണ് വേണമെങ്കിൽ ബട്ടർ ഇടണം. എനിക്ക് ടേസ്റ്റി വേർഷനായിരുന്നു വേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ബട്ടർ ഇട്ട്. ഈ കാണുന്ന വൈറ്റ് കളറ് ബട്ടറാണ്. ഇത് വീട്ടിലുണ്ടാക്കിയ ബട്ടറാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന സോൾട്ടഡ് ബട്ടറും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ക്വിക്ക്ലി വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഭക്ഷണം ചോറ് വേണ്ടെന്ന് ആണ് നിങ്ങളെ ആ ഒരു എയിമെങ്കിൽ, നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്വിക്ക് റെസിപ്പിയാണ്. നല്ല ഒരു സ്നാക്ക് ഐറ്റമാണ് ഇത് ആക്ച്വലി. അപ്പോൾ ഈ കാണുന്ന പോലെ കുറച്ച് ഉപ്പ് ഇടുക, എന്നിട്ട് അതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇടുക. ഈ ഉപ്പും മുളക് പൊടിയും കുറച്ച് ലേറ്റർ സ്റ്റേജിലാണ് ഇടേണ്ടത്, സ്റ്റാർട്ടിങ്ങിൽ ഇടരുത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇട്ടാൽ ഇത് കരിഞ്ഞു പോകും. ഈ കോൺ കേർണൽസ് സോട്ടേ ചെയ്തിട്ട് ബ്രൗൺ ആവും, കുറച്ച് ബ്രൗൺ സ്പോട്ട്സ് ഒക്കെ കാണും. അന്നേരമാണ് ഈ 2 ഇൻഗ്രീഡിയൻസും ഇടേണ്ടത്. പിന്നെ ഇതിലൊരു ട്വിസ്റ്റ് ഉള്ളത്, കുറച്ച് നാരങ്ങ നീരൊട്ടിക്കണം. ഞാൻ ഈ വീഡിയോയിൽ ഇതപ്പം ഉപയോഗിച്ചിട്ടില്ല, ഉറ്റിച്ചിട്ടില്ല. പക്ഷേ നോർമലി ഉണ്ടാക്കുമ്പോൾ ഞാനത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താവെന്ന് വെച്ചാൽ കുറച്ച് സാർ ടേസ്റ്റും പിന്നെ കുറച്ച് മുളക് പൊടീൻ്റെ കുറച്ചൊരു ആ എരിവും എല്ലാം കൂടിയിട്ട് നല്ലൊരു ഫ്ലേവറാണ്. പക്ഷേ എൻ്റെ മക്കൾക്ക് ആ പുളിരസം ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ഈ പ്രാവശ്യം അത് ഇട്ടിട്ടില്ല. പക്ഷെ അതൊന്ന് ഇട്ട് നോക്കണേ, നല്ല ടേസ്റ്റാണ്. അതിന് ശേഷം 2 സ്ലൈസ് ചീസ് ഇട്ടു. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ടേസ്റ്റി വേർഷനാണ് വേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ചീസ് ഇട്ടത്. നിങ്ങൾക്ക് ഹെൽത്തി വേർഷനാണ് വേണ്ടെങ്കിൽ ചീസ് ഇടരുത്. ഓക്കെ, ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചീസ് ഇടണ്ട. ഞാൻ ചീസ് ഇടും, എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് 2 ഇട്ടു. അതുമാത്രമല്ല, ഇതിൻ്റെ അവസാനം എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പം ഒരു ചീസ് ബ്ലോക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടിടാം. അത് ഞാൻ അവസാനം ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ചീസ് ഒരു വീക്ക്നെസ് ആയിപ്പോയി, എന്താ പറയുക. അപ്പോൾ അത് ഞാൻ അവസാനം ഇട്ടിട്ടുണ്ട്. ഈ ചീസ് സ്ലൈസ് ഇടുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, ഓഫ് ആക്കിയിട്ടിടരുത്. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സോട്ടേ ചെയ്യുമ്പം തന്നെ ഈ ചീസ് സ്ലൈസ് ഇടണം, അല്ലെങ്കിൽ അത് വൃത്തിക്ക് മെൽറ്റ് ആവില്ല. അപ്പോൾ വൃത്തിക്ക് മെൽറ്റായി മിക്സ് ആയിട്ടാകുമ്പോൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ടാകുമ്പോൾ മാത്രമേ ഈ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടാവൂ. ഇതെൻ്റെ മകളാണ് ഈ ഗ്രേറ്റ് ചെയ്തിടുന്നത്. എൻ്റെ മക്കൾക്ക് 2 ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ചീസ്, ഞങ്ങൾക്കും അത്. അപ്പോൾ അവസാനം ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നല്ലൊരു ഡയറ്റ് ഫ്രണ്ട്ലി റെസിപ്പിയാണ്. അപ്പോൾ ബൈ.